ഞാൻ ഇന്ന് എവിടെ ഉള്ളതെന്ന് വെച്ചാൽ മസറ്റ്ലാനിലാണ്. മസറ്റ്ലാൻ എന്ന് പറയുന്ന മെക്സിക്കോയിലെ ഒരു പോർട്ടാണ്. ഞങ്ങളിപ്പോ 15 ദിവസത്തെ ക്രൂസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് US മെക്സിക്കോ മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് മെക്സിക്കോയിൽ 4 പോർട്ടുകളാണുള്ളത്. അതിലെ ഫസ്റ്റ് പോർട്ടാണ് മസറ്റ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് മസറ്റ്ലാനിന്റെ കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പൊ ഞാനിപ്പോ എന്റെ റൂമിൽ നിന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പത്തേക്ക് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പുറത്ത് പോയിട്ട് ബാക്കി കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം ശരി, എന്നാ വീഡിയോയിലേക്ക് പോകാം. ഇതുപോലുള്ള വണ്ടികളിലാണ് നമ്മൾ ഷിപ്പിൽ നിന്ന് പോർട്ടിലോട്ട് പോകുന്നത്. അതായത് ടെർമിനൽ, നമ്മൾ ഈ ഷിപ്പിൻ്റെ പോർട്ട് അടുക്കുന്ന സ്ഥലത്തല്ല ടെർമിനലുള്ളത്. മസറ്റ്ലാനിൽ കുറച്ച് പോകേണ്ടതുണ്ട്. അപ്പം നമുക്ക് നടന്നു പോകാൻ സാധിക്കത്തില്ലെന്ന് പറയാൻ കാരണം ഇതൊരു കണ്ടെയ്നർ പോർട്ട് കൂടിയാണ്. അപ്പോൾ ഒരുപാട് കണ്ടെയ്നറുകൾ ഉള്ളതുകൊണ്ട് തന്നെ എപ്പോഴും ഇവിടുത്തെ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതുകൊണ്ട് വാക്കിംഗ് അലൗഡ് അല്ല. നമുക്ക് നടന്ന് പുറത്തേക്ക് പോകാൻ സാധിക്കില്ല. അപ്പോൾ ഇതുപോലുള്ള വണ്ടികളിലാണ് പാസഞ്ചറിനായാലും ഷിപ്പിലെ ക്രൂവിനായാലും പുറത്തോട്ട് പോകാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ടെർമിനൽ എന്ന് പറയുന്നത് കുറച്ച് ദൂരമുണ്ട്. അതെ, മെയിൻലി ഈ ഷിപ്പിന് വരുന്ന പോർട്ട്, മസറ്റ്ലാനിലെ ഈ പോർട്ടെന്ന് പറയുന്നത് കണ്ടെയ്നർ പോർട്ടും പാസഞ്ചർ ഷിപ്പ് വരുന്ന പോർട്ടും സെയിം പോർട്ടാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു വലിയ പോർട്ടെന്ന് എൻ്റെ ഒരു ഇതിൽ പറയുകയാണ്. എനിക്ക് ഒരുപാട് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. അപ്പോഴത്തേക്ക് കണ്ടെയ്നേഴ്സ് വരുന്ന അത്യാവശ്യം നല്ല വലിയൊരു പോർട്ട് തന്നെയാണ്. എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി ഇവിടെ കണ്ടെയ്നേഴ്സ് ആണ് വരുന്നതെന്ന് തോന്നുന്നു. MSCയുടെ കണ്ടെയ്നേഴ്സിൻ്റെ ഇതൊക്കെ ഇവിടെ ഒരുപാട് കിടപ്പുണ്ട്. അത് ഏതൊരു ടൈമിൽ വന്നാലും ഇവിടെ കണ്ടെയ്നേഴ്സ് ഒരുപാട് തന്നെ ഉണ്ട്. ഇതിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു കിലോമീറ്ററോളം വരുമെന്ന് തോന്നുന്നു. അപ്പോൾ അത്രയും ദൂരം നടന്നു പോകുന്നത് നമുക്ക് ഈ പോർട്ട് അതോറിറ്റി അലൗഡ് ആയിട്ട് വെച്ചിട്ടില്ല. മറ്റു പല പോർട്ടുകളിലും നമുക്ക് ടെർമിനലും പോർട്ടും അടുത്തടുത്ത് തന്നെ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് നടന്ന് അങ്ങോട്ടേക്ക് പോകാം. നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലേ, ഇതുപോലെ ഒരുപാട് കണ്ടെയ്നേഴ്സിൻ്റെ ലോറികളും അങ്ങനെ ഒരുപാട് ട്രക്കുകളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. ലോറിയല്ല, ട്രക്കുകളാണ് കൂടുതലായിട്ട് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ കാണുന്നതാണ് മെയിനായിട്ടുള്ള ടെർമിനൽ. ഇവിടെയാണ് നമുക്ക് എൻട്രൻസ്. അപ്പം നമുക്ക് അവിടെ നിന്ന് പിക്ക് ചെയ്ത് ഇവിടെ ഡ്രോപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട്, ഇതിന് പ്രത്യേകം ചാർജോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നോർമലി പോർട്ട് അതോറിറ്റിയുടെ തന്നെയാണ്. അപ്പോൾ ഇതാണ് മെയിൻ എൻട്രൻസ് ആയിട്ട് വരുന്നുള്ളത്. ഇവിടെ നിന്നാണ് നമുക്ക് പുറത്തോട്ട്, അതായത് സിറ്റിയിലോട്ട് പോകേണ്ടത്. ഇതൊരു മെയിൻ സിറ്റി അല്ല. മെയിൻ സിറ്റിയിലോട്ട് പോകാൻ ഒരുപാട് ദൂരമുണ്ട്. ഇന്ന് നമ്മൾ മെയിൻ സിറ്റിയിലോട്ടല്ല പോകുന്നത്, നമ്മൾ വേറൊരു സ്ഥലത്താണ് പോകുന്നത്. അത് വീഡിയോയുടെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് പറയാം. ഇതാണ് മെയിൻ എൻട്രൻസ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പോർട്ട് ഓഫ് മസറ്റ്ലാൻ ക്രൂസ് ടെർമിനൽ എൻട്രൻസ്. അപ്പോൾ ഇവിടെ കൂടുതലായും കാണാൻ കഴിയുന്നത്, ഇപ്പം നമ്മൾ കയറിയപ്പം തന്നെ ഉണ്ടല്ലേ, ഇതുപോലെ തന്നെ ഒരുപാട് ഷോപ്പുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഒരുപാട് ഷോപ്പുകൾ. അത് ഫാർമസി ആയാലും ഷോപ്പിങ്ങിനുള്ള ഈ സിൽവർ ചെയിൻ റിങ് അങ്ങനത്തെ ഷോപ്പുകളായാലും ഒരുപാടുണ്ട്. അതുപോലുള്ള ഒരുപാട് ഇത് നമുക്ക് കാണാൻ പറ്റും. ടീഷർട്ടുകൾ, സിൽവർ ചെയിൻ, അതുപോലെ തന്നെ ഒരുപാട് മാഗ്നറ്റുകൾ, ക്യാപ്പുകൾ, അതുപോലെ തന്നെ ഇവിടുത്തെ ഒരുപാട് എന്ന് വെച്ചാൽ ചീപ്പസ്റ്റ് ആയിട്ടുള്ള കുറേ തിങ്സ് നമുക്ക് കിട്ടും. എന്ന് വെച്ചാൽ ഇവിടെ ഇരുമ്പിലുണ്ടാക്കി വെച്ചിരിക്കുന്ന കുറേ ഫിഷിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്ത് എൻട്രൻസ് നല്ല മനോഹരമായിട്ട്, ഇറ്റ് മീൻസ് പാസഞ്ചർ വരുമ്പോഴത്തേക്ക് ആ ഒരു പോർട്ടിൽ കൂടുതൽ അട്രാക്ഷൻ കൊടുക്കാൻ വേണ്ടിയാണ് ഒരുപാട് ചെയ്തിട്ടുള്ളത്. ഈ മസറ്റ്ലാൻ എന്ന് പറയുന്ന ഒരു സിറ്റി രൂപം കൊണ്ടത് ഒരു 1531 ആ ഒരു വർഷമാണ് ഈ മസറ്റ്ലാൻ എന്ന് പറയുന്ന ഒരു സിറ്റി രൂപം കൊണ്ടത്. അത്ര വലിയ ഇതൊന്നുമല്ല. ഇവിടെ മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ ലോങ് ബീച്ചുകളും ഗോൾഡൻ സൺസെറ്റുമാണ് ഇവിടുത്തെ മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇവിടുത്തെ ഹൈലൈറ്റ്സിൽ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഫേമസ് ആയിട്ട് ഇവിടെ ഫ്രഷ് സീ ഫുഡുകൾ കിട്ടും. അപ്പോൾ ഫ്രഷ് സീ ഫുഡുകൾ കിട്ടുന്ന സ്പോട്ടുകൾ ഒരുപാടുണ്ട് ഇവിടെ. അങ്ങനെ ഫ്രഷായിട്ട് സീ ഫുഡ് കിട്ടുന്ന ഒരു പോർട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. അതൊരു പോർട്ടല്ല, ഒരു റെസ്റ്റോറൻ്റാണ്. അതൊരു പോർട്ട് സൈഡിൽ തന്നെയാണ് ആ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ആ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ പോകുന്നത്. ഈ പോകുന്ന വണ്ടികളുണ്ടോ, ചെറിയ വണ്ടികൾ, ഇതിനകത്തെ വണ്ടികൾ ഒരുപാട് ഇവിടെ കാണാൻ കഴിയും. എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലെ ചെറിയ മാരുതി കാറില്ലേ, ചെറിയ പഴയ മാരുതി കാർ, ആ മാരുതി കാറിനാണെങ്കിൽ ബോഡിയെല്ലാം വെട്ടിക്കളഞ്ഞ് അതിൻ്റെ മുകളിൽ റെഡിയാക്കി വെച്ചേക്കുന്നത്. അത് കണക്ക് ഒരുപാട് ടാക്സികൾ ഇത് കണക്ക് കാണാൻ പറ്റും. റേറ്റും ഒരുപാടൊന്നും അല്ല കേട്ടോ, നല്ല ചീപ്പ് റേറ്റ് തന്നെയാണ്. ഇവിടെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ചീപ്പ് റേറ്റിൽ തന്നെയാണ്. $5 എന്തോ ആണ് ഇങ്ങോട്ട് നമുക്ക് പുറത്ത് എവിടെയെങ്കിലും എന്ന് വെച്ചാൽ ടൗണിലോട്ട് പോകാനുള്ള ഇതാണ് പെർ പേഴ്സൺ
അപ്പം 4 പേർക്ക് പോകാവുന്നതും 2 പേർക്ക് പോകാവുന്നതും ഒക്കെ ഉണ്ട് ഇവിടെ. ഇത് അത്ര വലിയൊരു ബിസി ആയിട്ടുള്ള ഒരു ഏരിയ അല്ല, ഒരുപാട് തിരക്കുള്ള ഒരു ഏരിയ അല്ല ഇത്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നമ്മൾ ഡൗൺ ടൗണിലോട്ട് പോയാലാണ് കുറച്ച് അത്യാവശ്യം മെക്സിക്കോയുടെ തന്നെ തിരക്കായിട്ടുള്ള ഒരു ഇത് കാണാൻ കഴിയുന്നത്. കാരണം നമുക്ക് ഈ റോഡുകൾ ഇതും കണ്ടാലൊക്കെ തന്നെ അറിയാം ഇവിടെ അത്ര വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങളിപ്പം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ വളരെ അടുത്ത് തന്നെയാണ്, ഏകദേശം ഒരു 1 കിലോമീറ്റർ അടുത്ത് തന്നെയാണ് ഈ ഒരു നമ്മൾ വരുന്ന ഷിപ്പിൻ്റെ ആ കടലിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ ഒരു റെസ്റ്റോറൻ്റ് ഉള്ളത്. ഒരു സീ ഫുഡ് റെസ്റ്റോറൻ്റാണ്. ഈ മസറ്റ്ലാൻ എന്ന് പറയുന്ന സിറ്റി സ്ഥിതി ചെയ്യുന്നത് മെക്സിക്കോയുടെ പസഫിക് കോസ്റ്റ് ഓഷ്യൻ്റെ സൈഡിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് വെച്ചാൽ എനിക്ക് ഞാനിവിടെ പുറത്തിറങ്ങിയപ്പോൾ തോന്നിയത് നമ്മളെ കേരളത്തിൽ അതേ ക്ലൈമറ്റ് തന്നെ. ചില സമയത്ത് മഴ, ചില സമയത്ത് വെയിൽ, പക്ഷെ കൂടുതലും ഇവിടെ നല്ല ചൂടാണ് കേട്ടോ. നമ്മുടെ അവിടത്തേക്കായി നല്ലൊരു വാമായിട്ടുള്ള ക്ലൈമറ്റാണ്. പക്ഷേ ഇവിടെ ഒരുപാട് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് ബീച്ചുകളുണ്ട്. ഈ ഒരു പാർക്കിൻ്റെ സൈഡിൽ കൂടെ ആണ് പോകുന്നത്. ഈ പാർക്കിലോട്ട് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഞാൻ ചില കാഴ്ചകൾ കാണിച്ചു തരാം. ഞാൻ കേരളത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ രീതിയിൽ കണ്ടതാണ്. ഈ കാണുന്നുണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, കോഴിയാണ് കേട്ടോ. നമ്മളെ നാട്ടിൽ കാണുന്ന കോഴികളാണ്. ആദ്യമൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഒരിത് തോന്നി. എന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് മെക്സിക്കോയിലൊക്കെ ഇവിടെ ഒരുപാട് അങ്ങനെ കാണാനുണ്ട് കേട്ടോ. ഒരുപാട് ഇങ്ങനെ ഈ ഒരു ചെറിയൊരു പാർക്കാണ്. ആ പാർക്കിൽ ഒരുപാട് കോഴികളിങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് അറിയാൻ വയ്യ ഇതിന് ഓണറുണ്ടോ അതോ ചുമ്മാ വന്ന് നിൽക്കുന്നതാണോ ഒന്നും അറിയാൻ വയ്യ. ചുമ്മാ അവിടെയൊക്കെ ഒരുപാട് ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ആ മുന്നോട്ട് കാണുന്ന കണ്ടില്ലേ, ആ കാണുന്നതാണ് നമ്മൾ പോകുന്ന റെസ്റ്റോറൻറ്റ്. ഒരു സീ ഫുഡ് സ്പെഷ്യൽ റെസ്റ്റോറൻ്റാണ്. അത്യാവശ്യം നമ്മൾ മസറ്റ്ലാനിൽ വരുമ്പോൾ ഒരു ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻ്റാണ്. ലാ പുൻഡില എന്നാണ് ആ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. സീ ഫുഡ് ഡിഷസാണ് കൂട്ടുന്നത്. ഇവിടെ കൂടുതലായിട്ടും നമ്മുടെ നാട്ടിലെ ഷ്രിമ്പിൻ്റെ ഡിഷസാണ് ഒരുപാടുള്ളത്. ഷ്രിമ്പാണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ട് മസറ്റ്ലാനിൽ കിട്ടുന്ന ഒരു ഫിഷിൽ ഒരു മെയിൻ ഫിഷ് എന്ന് പറയാൻ പറ്റത്തില്ല. മസറ്റ്ലാനിൽ കിട്ടുന്ന ഫിഷുകളിൽ ഏറ്റവും കൂടുതൽ ഇവിടെ കിട്ടുന്നതും അവൈലബിൾ ആയിട്ടുള്ളതും ഷ്രിമ്പാണ്. എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ കൊഞ്ചില്ലേ, വെറും ചെറിയതല്ല, അത്യാവശ്യം നല്ല മീഡിയം റേഞ്ചിലുള്ള കൊഞ്ചുകൾ കിട്ടും. ഇതാണ് എൻട്രൻസ്. അപ്പോൾ നമ്മൾ എൻട്രൻസിലോട്ട് നമ്മൾ എൻട്രൻസിലോട്ട് ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരുപാട് പേര് ഇരിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ഇതൊരു ഓപ്പൺ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. നല്ല ഫ്രീ ആയിട്ടുള്ള ഓപ്പൺ റെസ്റ്റോറൻ്റ് ആണ്. അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ അവർ എത്ര പേരുണ്ട് കഴിക്കാൻ, അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട കംഫർട്ടായിട്ടുള്ള ഇതെല്ലാം സെറ്റ് ചെയ്ത് കാണും. അപ്പം നമ്മൾ ചെന്നപ്പം തന്നെ ഒരു വെയിറ്റർ നമ്മളെ കൊണ്ടുപോയി. അപ്പം നമുക്ക് ഓരോ സൈഡ് വ്യൂ നല്ല രസമാണ് കേട്ടോ കാണാൻ. സൈഡ് വ്യൂ നല്ല രസമാണ്. അവിടെ ഒരുപാട് പോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ മെനു കാർഡൊക്കെ വന്നു. ഞാൻ സ്പെഷ്യലായിട്ടൊരു ഫിഷിൻ്റെ ഒരു ടോസ്റ്റ് ചെയ്ത, എന്ന് വെച്ചാൽ കുറച്ച് അത്യാവശ്യം ഗ്രേവിയൊക്കെ ഉള്ള ഒരു ഫിഷാണ് ഓർഡർ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഷ്രിമ്പിൻ്റെ കോക്കനട്ട് ഷ്രിമ്പ് ഫ്രൈ ഓർഡർ ചെയ്ത്. ഞാൻ പറഞ്ഞില്ലേ ഓപ്പൺ റെസ്റ്റോറൻ്റാണ്. കിളികളൊക്കെ വന്നിരിക്കുന്നുണ്ടല്ലേ, അതിനെ പായിച്ച് കളയാനോ എടുക്കാനോ ഒന്നും ആരും പോകത്തില്ല. ഇത് കണക്ക് ഒരുപാട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ സ്റ്റാർട്ടറായിട്ടെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നപ്പോഴത്തേക്ക് ഇവിടെ സ്റ്റാർട്ടറായിട്ട് ആദ്യമായിട്ടൊരു ഇത് കൊണ്ടുവച്ചത് അത് ഞാനിപ്പം കാണിക്കാം. അത് നമ്മൾ സ്റ്റാർട്ടറായിട്ട് കൊണ്ടുവച്ചപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ നല്ല കോക്കനട്ട് ചട്നി ഇല്ലേ, നമ്മളെ തേങ്ങാ ചമ്മന്തി, അതേ കണക്കൊരു സംഭവം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. പിന്നെ ലെമണൈഡ്, ഓറഞ്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ നാട്ടിലെ തേങ്ങാ ചട്നി കണക്കിരിക്കുന്നത്, സെയിം ടേസ്റ്റും അതെല്ലാം അതേ കണക്കാണ് കേട്ടോ. എന്താ ഇൻഗ്രീഡിയൻസ് ഒന്നും അറിയത്തില്ല. നമുക്ക് വ്യൂ എല്ലാം ആസ്വദിച്ച് ഫുഡ് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഓപ്പൺ റെസ്റ്റോറൻറ്റ് തന്നെയാണ് ഈ ലാ പുൻഡില എന്ന് പറയുന്നത്. ആ പോകുന്നതേ നമ്മൾ സെൻറ്ററിലോട്ട് ട്രിപ്പ് പോകുന്ന ബോട്ടുകളാണ് കേട്ടോ. അപ്പം നമ്മുടെ ഫുഡെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ല സോസ് വെച്ചിട്ടുള്ളൊരു ഫിഷാണ് ഞാൻ ഓർഡർ ചെയ്തതെന്നും. അതുപോലെ കോക്കനട്ട് ഷ്രിമ്പ്. ഞങ്ങളുടെ ഫുഡെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം എൻജോയ് ചെയ്യട്ടെ. ശരി, എന്നാൽ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം. നെക്സ്റ്റ് ടൈം മസറ്റ്ലാനിൽ വരുമ്പോൾ മസറ്റ്ലാനിൽ അപ്പോൾ നമ്മൾ ഫുഡെല്ലാം വന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ എടുക്കുന്നതായിരിക്കും. സി യു ഗൈസ്.